ആരാ മോനെ? കൊച്ചു ത്രൈസി ടീച്ചറിന്റെ വീടല്ലേ? ആ, അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടി അല്ല അല്ലേ? അയ്യോ, ടീച്ചറായിരുന്നു. പറഞ്ഞ പോലെ ഞാൻ ടീച്ചറിന്റെ സ്റ്റുഡന്റ് അല്ല. ആ, അത് മനസ്സിലായി. മോനെ എവിടെന്നാ വരുന്നേ? ഞാൻ കൊച്ചിന്നാ വരുന്നത്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ച ഒരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 36 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി എല്ലാരും ഓർമ്മയൊന്നും കാണണമെന്നില്ല. മോനെ ഏത് കുട്ടിയെ കുറിച്ച് അറിയണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിന്റെ ക്ലാസിന്റെ ഇടയിൽ വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അമീറിനെ കുറിച്ചാണോ അറിയേണ്ടത്? അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം അത്. കാരണം അന്നത്തെ ദിവസം അമീറിന് മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്. 1989 ഒരു ഒക്ടോബർ മാസത്തിലാണ് ആ സംഭവം നടന്നത്. വാ വേഗം വാ, പെട്ടെന്നാവട്ടെ. ഞാൻ നിങ്ങളുടെ കയ്യില് 5 ചെടികളുടെ ശാസ്ത്രീയ നാമം എഴുതിയ പേപ്പർ തന്നിട്ടുണ്ടല്ലോ. ആ ചെടികളൊക്കെ ഈ പരിസരത്ത് തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും വേഗം പോയി അത് കണ്ടെത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ചെല്ല് വേഗം ആയിക്കോട്ടെ. ഏഞ്ചൽ ആദ്യം തലചുറ്റി വീണപ്പോ അസംബ്ലി സമയത്ത് വെയിലത്ത് കുട്ടികൾ തലചുറ്റി വീഴാറുണ്ട്, അങ്ങനെയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് അമീറും തല കറങ്ങി വീണപ്പോ എല്ലാരും പേടിച്ചു. കാരണം ആ കുട്ടിയുടെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. സംഭവിച്ചു. പെട്ടെന്ന് തല ചുറ്റി വീണപ്പോ എന്തിലെങ്കിലും ചെന്ന് തലയിടിച്ചതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ആ 2 കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു കിട്ടി. ഏഞ്ചലിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമീർ, ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഈ കുട്ടികളെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നോ? ഓവല്ലോ, പക്ഷെ അവർ ഒരേ സമയത്ത് വീണതിന്റെ കാരണമൊന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. അമീറിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് വീഴ്ചയിലുണ്ടായ ആഘാതമാണെന്ന് അവര് പറഞ്ഞത്. പിന്നീട് ഈ അമീറിന് എന്ത് സംഭവിച്ചെന്ന് ടീച്ചർക്ക് അറിയോ? പൊതുവെ ഈ അമീറിനെ അവന്റെ ഒപ്പച്ചയും കുറിച്ച് ആളുകൾ പല കഥകളും പറഞ്ഞിരുന്നു. അവർക്കൊരു വ്യക്തിയുടെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നോ, വേറൊരാളുടെ സ്വപ്നത്തിൽ വരാൻ പറ്റുന്നോ, അങ്ങനെ ഏതാണ്ടൊക്കെ കെട്ടുകഥകള്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഏഞ്ചലിന്റെ പപ്പ എസ്റ്റേറ്റ് തൊഴിലാളികളെ കൂട്ടി വന്ന് അവരെ അടിച്ചോടിച്ചൊന്ന് അറിഞ്ഞ്. ഏഞ്ചല് പിന്നെ അതിനുശേഷം സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടില്ല. ആമിറിനെ കുറിച്ച് ഒരറിവും പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ ഏഞ്ചലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? സ്കൂളിൽ അന്വേഷിച്ചാ? അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ആ കുട്ടി എസ്റ്റേറ്റ് മാനേജർ ജോസഫിന്റെ മകളായിരുന്നു. അപ്പൊ അവിടെ പോയ ലാസ്റ്റ് സർവീസിലിരുന്ന സമയം അറിയാൻ പറ്റും. മോൻ അത് എളുപ്പമായിരിക്കും. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അല്ല, ഈ അമീറിനെ പറ്റി ആദ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വരുന്നത് മോൻ ശരിക്കും ആരാ? അമീറിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. പിന്നീട് ഒരിക്കൽ പറയാൻ ടീച്ചർ. താങ്ക് യു.